നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളാണ്. ദിഗ്രഹ യോഗങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ത്രിഗ്രഹ യോഗങ്ങളും നാം ധാരാളം ശ്ലോകങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ധാരാളം പേർ വിളിക്കാറുണ്ട്. അവരുടെ ജാതകത്തിൽ ഇപ്രകാരമുള്ള യോഗമുണ്ട്, അത് എപ്രകാരം അവരെ ബാധിക്കുന്നു എന്ന വിഷയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട്. നല്ലൊരു യോഗങ്ങളാണ് ഈ ത്രിഗ്രഹ യോഗങ്ങളൊക്കെ. അതിൽ വളരെയധികം ഗുണങ്ങളുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടാണ് സാരാവലികാരൻ ഈ യോഗങ്ങളെയൊക്കെ തന്നെ ഒരു മുത്തുമാല പോലെ കോർത്തിണക്കി മനോഹരമായ ശ്ലോകങ്ങൾ നമുക്ക് സമ്മാനിച്ചത്. കല്യാണവർമാവിന് നമുക്ക് നന്ദി പറയാം. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഗ്രഹങ്ങളെ അതിസൂക്ഷ്മമായി അക്കാലത്ത് വെള്ളത്തിലൊക്കെ തെളിനീരിൽ, ചാണകവെള്ളത്തിലെ സൂക്ഷ്മമായ തെളിനീരിൽ നിരീക്ഷിച്ചിട്ടാണ് ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്തുള്ള ഗ്രഹങ്ങളുടെ ഈ കോമ്പിനേഷൻ, ഈ യോഗമൊക്കെ നമ്മുടെ മഹത്തായ നമ്മുടെ പൂർവ്വസൂരികൾ വിലയിരുത്തിയത് എന്ന് നാം മനസ്സിലാക്കണം. അന്നത്തെ ഒരു ശാസ്ത്രത്തിൻ്റെ അറിവിൻ്റെ പൂർണ്ണത എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. ഒരു നല്ല യോഗമല്ല സൂര്യനും വ്യാഴവും ശനിയും തമ്മിലുള്ള യോഗം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ശ്ലോകത്തിൽ കല്യാണവർമാവ് പ്രതിപാദിക്കുന്നത്. ആദ്യം നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക. നൃപസമ്മത ക്ഷതാംഗോ നീചാചാരഃ വിഗർഹിതോ മിത്രൈഃ ഭവതി നരോ വിഗതഘ്രണഃ സുരേജ്യകുജസൗരി സഹിതൈഃ. സുരേഡ്യഃ വ്യാഴം, സുരാന മീഡ്യഃ വ്യാഴവും, കുജൻ ചൊവ്വയും, സൗരി സൂര്യപുത്രൻ, സൂര്യസ്യ അവത്യം പുമാൻ സൗരിഃ ശനിയും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള യോഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, അർത്ഥം ശ്രദ്ധിക്കുക. നൃപസമ്മതഃ ഭവതി, രാജാവ് അംഗീകരിക്കുന്ന വ്യക്തിയായിത്തീരും. മേലധികാരികളുടെ അംഗീകാരം, ആശീർവാദവും അദ്ദേഹത്തിന് ലഭിക്കും. ആ രീതിയിൽ അദ്ദേഹത്തിന് നന്നായി ശോഭിക്കാൻ കഴിയും. അദ്ദേഹത്തിന് ക്ഷതാംഗ, ദേഹത്തിൽ മുറിവുണ്ടാകാം, അപ്രകാരം വ്രണങ്ങളുണ്ടാകാം. ശാരീരികമായി മുറിവുകളും വ്രണങ്ങളുമൊക്കെ ഉള്ള വ്യക്തിയായിരിക്കും. നീചാചാര, അനുചിതമായ ഉചിതമല്ലാത്ത ആചാരങ്ങളുടെ പിറകെ പോകുന്ന ആളുകളായിരിക്കാം. പലപ്പോഴും മന്ത്രവാദികളാകുക, അല്ലെങ്കിൽ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് ആ രീതിയിൽ കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാം, ശത്രുവിനെ നശിപ്പിക്കാൻ മറ്റുള്ളവരുടെ കൂടെ ചേരാം. വിഗർഹിതോ മിത്രൈ, സുഹൃത്ത് സൗഖ്യം വളരെ കുറയും. സുഹൃത്തുക്കളോട് ദ്വേഷിക്കും, കലഹിക്കും എന്നൊരു സ്വഭാവമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിഗർഹിതോ ബന്ധുഭി എന്ന് പറയുമ്പോൾ ബന്ധുക്കളാൽ നിന്ദിക്കപ്പെടുക, ബന്ധുക്കൾ ഇദ്ദേഹത്തെ വളരെയധികം നിന്ദിക്കുക, ബാന്ധവന്മാരിൽ ഇദ്ദേഹത്തിനൊരു വിലയും ഉണ്ടാകില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. വിഗതഘ്രണഃ, പലപ്പോഴും കരുണയുണ്ടാകില്ല, അറപ്പുണ്ടാകില്ല. എന്ത് നീചകർമ്മങ്ങളും ചെയ്യുക, ആരോടും കരുണ പ്രകടിപ്പിക്കില്ല, ഒരു ദയയുമില്ലാത്ത വ്യക്തിയുമായിരിക്കും ഈ 3 ഗ്രഹങ്ങളുടെയും യോഗമെന്ന് ഇവിടെ കല്യാണവർമാവ് സാക്ഷ്യപ്പെടുത്തുന്നു. അത്ര നല്ലൊരു യോഗമല്ല. ശ്രദ്ധിക്കുക. നമസ്തേ.